വി കുഞ്ഞികൃഷ്ണൻ എന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗം കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം കണ്ണൂരിലെ CPM-നെ കൂടുതൽ പ്രതിസന്ധികളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണനുള്ള വിശദീകരണമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്ത് വന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ടിയെ കൂടുതൽ കുഴിയിൽ ചാടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അതായത് ധനരാജ് എന്ന രക്തസാക്ഷിക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട്, ഒപ്പം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയും ഫണ്ട് സമാഹരണം നടന്നിരുന്നു. അതിൽ നിന്നൊരു 1096 ലക്ഷം രൂപ പാർട്ടിയിലെ ചില നേതാക്കൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അത് വെട്ടിയെടുത്തു. അതാണ് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം. അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച് CPM ഇപ്പോഴ്, അല്ലെങ്കിൽ പാർട്ടിയുടെ കണ്ണൂർ നേതൃത്വം കൂടുതൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെ ജില്ലാ സെക്രട്ടറി മറികടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. MV ഗോവിന്ദൻ മാക്സ് എന്താ പറഞ്ഞത്? ഇതൊരു വല്ലാത്ത ഒരു പ്രശ്നമായിട്ട് വളർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു മേഖലാജാഥയൊക്കെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-ന്റെ പ്രതിനിധി എന്ന നിലയിൽ LDF-ന് വേണ്ടി. അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങള് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്കുകൾ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവരും ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായ ആളുകൾ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കി കണ്ടത്, അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടത്. കണക്ക് അവതരിപ്പിക്കുന്നു, ആ കണക്ക് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ അല്ല എന്ന് വന്നാൽ പാർട്ടിക്ക് നിഷ്പ്രയാസം ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ സാധിക്കും. എല്ലാവരും അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പൊ രാഗേഷ് എന്താ പറയുന്നത്? രാഗേഷ് അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ കണക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന്റെ മുകളിലാണ്. അതിനെ ധിക്കരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കില്ല. ഇത് CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാനത്തെ മറ്റു ജില്ലാ സെക്രട്ടറിമാരെക്കാൾ ഉയർന്ന പദവിയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലെ CPM എന്ന് പറഞ്ഞാല് കണ്ണൂർ പാർട്ടിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണൂർ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF അധികാരത്തിൽ വന്നാല് മിക്കപ്പോഴും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് മുഖ്യമന്ത്രിമാരാകുന്നത്. EMS-ഓ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ പോലെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാണ്ട് കണ്ണൂർ പാർട്ടിക്ക് പതിച്ചു കൊടുത്ത പോലെ. ഇനി പാർട്ടി സെക്രട്ടറി ആണെങ്കിലോ, കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടി സെക്രട്ടറി വന്നാലേ ആ പാർട്ടി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോഴ് വേറെയും നേതാക്കള്, കഴിവുള്ള നേതാക്കള് സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ കുറിവീണതാർക്കാ? MV ഗോവിന്ദൻ മാഷ്ക. അതാണ് പറഞ്ഞത്, പാർട്ടിയുടെ സംഘടനാ തത്വം എന്ന് പറയുന്നത് അതാണ്. മുഖ്യമന്ത്രി ആയാലും പാർട്ടി സെക്രട്ടറി ആയാലും കണ്ണൂരിൽ നിന്നുള്ള ആളായിരിക്കണം. അതുകൊണ്ടാണ് മറ്റു ജില്ലാ സെക്രട്ടറിമാരെക്കാൾ അല്പം വലിയ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂരിലേത് എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഒരു പുതിയ സംസ്ഥാന സെക്രട്ടറി ആവശ്യമായിട്ട് വരുമ്പോൾ പലപ്പോഴും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരാണ് ആ പദവിയിലേക്ക് വരിക. പക്ഷെ എന്നാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ ധിക്കരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തിരുത്തുക. അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്കും പാർട്ടി അംഗങ്ങൾക്കും അനുഭാവികൾക്കും സാധാരണ ജനങ്ങൾക്കും നൽകിയൊരു ഉറപ്പ്, അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാവുന്ന ഉറപ്പ്, അത് മറികടക്കുക, അതൊക്കെ അത്ര സാധാരണമായ കാര്യമല്ല. പക്ഷെ ഇവിടെ അക്കാര്യത്തില് KK രാഗേഷ് ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ തിരുത്തുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ജില്ലാ സെക്രട്ടറി പറയുന്നത്, അല്ലെങ്കിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നത്. അതിന്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട്. KK രാഗേഷ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. വളരെ വിശ്വസ്തനായ ഒരു സഖാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വലിയ അടുപ്പമുള്ളതാണ്. വളരെ ചെറുപ്പത്തിലെ പാർലമെന്റ് അംഗമായ ഒരു ആളാണ്. ശ്രീ പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ മനസ്സിൽ കാണുന്നതിനപ്പുറത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഒന്നും ചെയ്യില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പാർട്ടിയിലും അത് പരസ്യമായ ഒരു രഹസ്യം മാത്രമാണ്. അപ്പോ സംസ്ഥാന സെക്രട്ടറിയെ മറികടന്നുകൊണ്ട് ജില്ലാ സെക്രട്ടറി രാഗേഷ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഭിപ്രായമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്നാണ്. അതായത് പിണറായി വിജയന്റെ അഭിപ്രായമാണ് രാഗേഷ്, അല്ലെ അദ്ദേഹത്തിന്റെ നിലപാടാണ് രാഗേഷ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കേണ്ട എന്ന് തന്നെയാണ്. അതാണ് രാഗേഷിന്റെ ഇന്നലത്തെ പ്രസ്താവനയുടെ
പത്രസമ്മേളനത്തിലെ പ്രഖ്യാപനത്തിന്റെ അർത്ഥം. ഇക്കാര്യം മറ്റാരേക്കാൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ എം പി ഗോവിന്ദൻ മാഷ്ക്ക് തന്നെയാണ്, സംസ്ഥാന സെക്രട്ടറിക്കാണ്. അതുകൊണ്ട് കണക്ക് പൊതുജനമധ്യത്തിൽ വയ്ക്കും, പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് എം പി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അത് സ്വയം റദ്ദായിരിക്കുകയാണ്. ഇനി അത് തിരുത്താനോ അതിനപ്പുറത്തേക്ക് പോകാനോ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാവുകയില്ല എന്നതും ഒരു വസ്തുതയാണ്. സംഭവിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കുഞ്ഞികൃഷ്ണനെ ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്ക് ഒന്ന് പരിശോധിക്കാനായിട്ട് നിയോഗിച്ചു. പാർട്ടി തന്നെ നിയോഗിച്ചതാ. അദ്ദേഹം ഒന്ന് ജില്ലാ കമ്മിറ്റി അംഗമാണ്, നേരത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പാർട്ടിയിൽ വളരെ ഭേദപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം നോക്കിയപ്പോൾ അടിമുടി തട്ടിപ്പാ, മുഴുവൻ വെട്ടിപ്പാണ്. ഏതാണ്ട് 196 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിന്ന് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. അത് സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു. പിണറായിയോട് പറഞ്ഞു, പണ്ടേ കോടിയേരിയോട് പറഞ്ഞു, പിന്നീട് എം വി ഗോവിന്ദൻ മാഷോട് പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം ഈ ഫണ്ട് വെട്ടിപ്പിന്റെ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ഉത്തരവാദിയായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത് ടി.ഐ. മധുസൂദനൻ MLA. അദ്ദേഹം പയ്യന്നൂരിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹം ആവട്ടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി നേതൃത്വം വിശ്വസിക്കുമോ? അവർക്ക് കൂടുതൽ വിശ്വാസം മധുസൂദൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ അല്ലെങ്കിൽ ഉന്നയിച്ച, പാർട്ടിയിൽ അവതരിപ്പിച്ച ഈ ആരോപണം അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോഴാണ് കുഞ്ഞികൃഷ്ണൻ ഇതങ്ങനെ വിട്ടാൽ പോരല്ലോ, ഇത് പാർട്ടിക്ക് വേണ്ടി പൊതുജനം തന്ന പണമാണല്ലോ, പാർട്ടിയിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണമല്ലോ, അതുമാത്രമല്ല പാർട്ടിയുടെ കണക്കുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലായിരിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇത് പൊതുജന മധ്യത്തിലേക്ക് സമർപ്പിച്ചത്. അതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഈ പ്രശ്നത്തിന്റെ പരിഹാരവും വളരെ സിമ്പിളാണ് കേട്ടോ. പക്ഷെ അതിന് പാർട്ടി നേതൃത്വം തയ്യാറാവുന്നില്ല. ഇപ്പോൾ രാകേഷ് പറഞ്ഞിരിക്കുന്നത്, നേരത്തെയും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടിൽ യാതൊരു തിരിമറിയും നടന്നിട്ടില്ല എന്നാണ്. അതായത് ധൻരാജ് ഫണ്ടിലേക്ക് പിരിച്ച തുക, അതിൽ നിന്നൊരു സംഖ്യ അവിടെ പാർട്ടി ആഫീസ് പണിയുന്നതിനായിട്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അതവര് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ പണം തിരികെ രക്തസാക്ഷി ഫണ്ടിലേക്ക് ഇട്ടു. അതിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കണക്ക് തരാന് അല്പം വൈകി കേട്ടോ, അതൊരു സത്യമാണ്. അതുപോലെ തന്നെ ഈ ഫണ്ട് പിരിക്കാൻ വെച്ച് രസീത് കുറ്റികളുണ്ടല്ലോ, അതിനകത്തൊക്കെ എന്തൊക്കെയോ ചില തിരിമറികളോ കൃത്രിമങ്ങളോ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു പൈസ പോലും ഫണ്ടിൽ സമാഹരിച്ച ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് കണക്ക്, ആരുടെ കണക്ക്, ആരുടെ മുമ്പിലാണ് സമർപ്പിക്കുക? അതാണ് പാർട്ടിയുടെ നിലപാട്. രാകേഷ് പറയുന്നതും അത് തന്നെയാണ്. പക്ഷെ പ്രശ്നം പരിഹരിക്കാൻ ഒരു സിമ്പിൾ മാർഗമേ ഉള്ളൂ. ഫണ്ട് പിരിവ് സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടിന്റെ വരവ് ചെലവ്, അതിന്റെ വിനിയോഗം, അത് സംബന്ധിച്ച കണക്കുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം. പാർട്ടി അംഗങ്ങൾ അടക്കമുള്ള, അനുഭാവികൾ അടക്കമുള്ള പൊതുജനത്തിന്റെ മുമ്പിലേക്ക് വയ്ക്കട്ടെ. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ അത് തെളിയുമല്ലോ. പക്ഷേ അതിന് പാർട്ടി തയ്യാറാവുകയില്ല. ഈ സിമ്പിൾ പരിഹാര മാർഗം അവർക്ക് സ്വീകാര്യമാവില്ല. എന്തുകൊണ്ടാ? അതിന്റെ ഒറിജിനൽ കണക്ക് കുഞ്ഞികൃഷ്ണന്റെ കയ്യിലിരിക്കുക. എത്ര പണം വന്നു, അത് എവിടെയൊക്കെ ചെലവഴിച്ചു, ആരൊക്കെ അടിച്ചു മാറ്റി, ആരൊക്കെ കട്ടുതിന്നു, അതെല്ലാം കുഞ്ഞികൃഷ്ണൻ അറിയാം. രേഖാമൂലം അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനപ്പുറത്തൊരു കള്ളക്കണക്കുമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വന്നാല് പിടിക്കപ്പെടുക പാർട്ടി തന്നെയായിരിക്കും, പാർട്ടി നേതൃത്വമായിരിക്കും. അത് അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് രാകേഷ് വളരെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറയുന്നത്. പക്ഷെ രാകേഷ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ പൊതുജനത്തോട് പറയത്തില്ല, പക്ഷെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ബഹുജനങ്ങളോട് പറയാം. അതായത് പൊതുജനങ്ങളോട് പറ്റത്തില്ല, ബഹുജനങ്ങളോട് പറയാം. അത് മാർക്സിയൻ തത്വശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാകേഷ് സംസാരിക്കുന്നത്. അതുപോലെ ചില മലയാളം വാക്കുകളുടെ നിർവചനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പുതിയ കാര്യം പറയുന്നത്. ഈ ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ വൊക്കാബുലറി, അതായത് പാർട്ടി പിന്തുടരുന്ന പദാവലി അനുസരിച്ച്, അതായത് CPM അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല ഈ CPM വൊക്കാബുലറിയിലെ പദാവലിയിലെ ഒരു പദത്തിന്റെ വാക്കിന്റെ അർത്ഥം. ആ വൊക്കാബുലറി അനുസരിച്ച് നമ്മുടെ രാകേഷ് പറയുന്നത് ബഹുജനം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും അടങ്ങുന്നതാണ് ഈ ബഹുജനം എന്ന് പറയുന്നത്. അതിനെയാണ് പാർട്ടി ബഹുജനം എന്ന പദം കൊണ്ട്, വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബാക്കിയൊക്കെ പൊതുജനമാണ്. അവന്മാര് പോകാൻ പറയട്ടെ, നീ അവര് നമുക്കിവിടെ പ്രശ്നമില്ല. ഈ ബഹുജനം എന്ന് പറയുന്നിടത്ത് പാർട്ടി അംഗങ്ങൾ വരും, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകാരികൾ വരും, അതുപോലെ തന്നെ അനുഭാവികൾ വരും,
അവരുടെ കുടുംബങ്ങൾ വരും. അതാണ് ബഹുജനം. ആ ബഹുജനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കാം. അതും പരസ്യമായിട്ടൊന്നുമല്ല, ഞങ്ങൾ കുടുംബയോഗങ്ങൾ വിളിക്കും, കൊച്ചു കൊച്ചു സമ്മേളനങ്ങൾ. ഈ ബഹുജനങ്ങളുടെ പാർട്ടി ബന്ധുക്കളുടെ അനുഭാവികളുടെ സമ്മേളനം വിളിച്ചിട്ട് അവിടെ ഈ കണക്ക് വെക്കും. അപ്പൊ പിന്നെ ആ കണക്ക് പുറത്തു പോകത്തില്ലല്ലോ. അത് പുറം ലോകം അറിഞ്ഞാലല്ലേ അത് ശരിയായ കണക്കാണോ, കുഞ്ഞുകൃഷ്ണന്റെ കയ്യിലുള്ള കണക്കുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ പറ്റൂ. ബഹുജനങ്ങളാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കുന്ന പ്രശ്നമില്ല. പാർട്ടി ഡെഫിനേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിർവചനപ്രകാരം ഈ സാധാരണ ജനങ്ങൾ അവര് ഈ ബഹുജനം എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പെടുകയില്ല. പൊതുജനം വേറെ, ബഹുജനം വേറെ, രണ്ടും രണ്ടാണ്. പൊതുജനം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പിരിവ് ചോദിക്കുമ്പം കാശ് തരാനും പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാനും മാത്രമുള്ളവരാ. അവരോട് നമുക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് പൈസ പിരിക്കും, നിർബന്ധിച്ച് പിരിക്കും, ഭീഷണിപ്പെടുത്തി ചിലപ്പം പിരിച്ചെന്ന് വരും. പക്ഷെ അതിന്റെ കണക്കൊന്നും ചോദിക്കാൻ പൊതുജനം വരണ്ട, അവർക്ക് ആ കണക്ക് കൊടുക്കുകയുമില്ല. എന്തായാലും നമ്മുടെ രാകേഷ് വെറും രാഷ്ട്രീയക്കാരൻ മാത്രമല്ല എന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം ഒരു വ്യാകരണ വിദഗ്ധനാണ്. വാക്കുകൾക്ക് പുതിയ പുതിയ നിർവചനങ്ങൾ നൽകാൻ സമർത്ഥനായ ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭാഷാശാസ്ത്രത്തിലും വ്യാകരണത്തിലുമൊക്കെ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മാനിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ കണ്ണൂർ പാണിനി, കേരള പാണിനി എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ണൂർ പാണിനി എന്ന് വിളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാകേഷ് നല്ല ബുദ്ധിയുണ്ട്. അദ്ദേഹം വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ വരും വരായികളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ് നമ്മൾ കണക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുമെന്ന്. അതനുസരിച്ച് കണക്ക് വല്ലതും സാധാരണ ജനങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ 96 ലക്ഷം കട്ട് തിന്നുവെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അപ്പൊ പിന്നെ ശരിയായ കണക്ക് വന്നാല് അതിനും അപ്പുറത്തെ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നേക്കാം. അങ്ങനെ സംഭവിച്ചാലോ? ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ ഈ പിരിവ് നടത്തിയവരും തട്ടിച്ചവരും ഒക്കെ അകത്തായെന്നും വരാം. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, അത് പത്രങ്ങളാണെങ്കിലും ടെലിവിഷൻ ചാനലുകളാണെങ്കിലും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നൊരു കണ്ടുപിടുത്തം കൂടി രാകേഷ് നടത്തിയിട്ടുണ്ട്. മാർക്സിയൻ തത്വശാസ്ത്രപ്രകാരം അത് ശരിയായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടിയത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് കൂടി രാകേഷ് പറയുമ്പോൾ എവിടെയോ ഒരാണി ഇളകി കിടക്കുകയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾ ജനങ്ങളെ പ്രതികരിക്കുന്നില്ല, പക്ഷേ ജനങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ, പാർട്ടിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കാൻ മാധ്യമങ്ങൾ വേണം, മാധ്യമ സമ്മേളനം വേണം, അവരെ വിളിക്കും, അവരോട് സംസാരിക്കും. അപ്പൊ ഈ മാധ്യമങ്ങൾ ജനങ്ങളെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായമെങ്കിൽ അത് കുഴപ്പമില്ല, പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്കില് പാർട്ടി നേതാക്കളെ മാധ്യമ പ്രതിനിധികളെ വിളിച്ച് പത്രസമ്മേളനമോ മാധ്യമ സമ്മേളനമോ നടത്തരുത്, പത്രക്കുറിപ്പുകൾ ഇറക്കരുത്, പ്രസ്താവനകൾ പുറപ്പെടുവിക്കരുത്, പാർട്ടിയുടെ നയപരിപാടികള്, പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് പത്രങ്ങൾക്ക് ലേഖനം അയക്കരുത്. അത് മാത്രമല്ല, ഞങ്ങളെ മലമറിച്ചേ എന്ന് പറയുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഇറക്കരുത്. അതിനൊക്കെ അപ്പുറത്ത് പ്രളയമോ കോവിഡോ പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ വൈകുന്നേരം 6 മണിക്ക് മാധ്യമ പ്രതിനിധികളെ വിളിച്ച് 2 മണിക്കൂർ കീറുവാണം അടിക്കരുത്. അത് മാത്രം ചെയ്താൽ മതി. മാധ്യമങ്ങള് ജനങ്ങളുടെ പ്രതിനിധികളല്ല, സമ്മതിച്ചു. പക്ഷേ ഈ വക കാര്യങ്ങളുമായിട്ട് ഇനി വരരുത്. അതുകൊണ്ട് ഇനി ദേശാഭിമാനിയും കൈരളിയും മതി. നമുക്ക് മറ്റുള്ള മാപ്രകളെ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല, അവറ്റകളോട് സംസാരിക്കുക പോലും ചെയ്യരുത്. നമുക്ക് പൊതുജനങ്ങൾ വേണ്ട, ബഹുജനങ്ങളും പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും മാത്രം മതി. മറ്റുള്ളവരെ, പൊതുജനങ്ങളെ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ, തീണ്ടാപ്പാടകരെ മാറ്റി നിർത്തണം.